സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യാത്ര മെയ് 26-ന് തുടങ്ങും. 26 മുതൽ ജൂൺ 9 വരെയാണ് ഹജ്ജ് വിമാനങ്ങൾ സർവീസ് നടത്തുക. സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് മെയ് 25 മുതൽ പ്രവർത്തിക്കും. കേരളത്തിൽ ഇത്തവണ കരിപ്പൂർ, കണ്ണൂർ, കൊച്ചി വിമാനത്താവളങ്ങൾ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രങ്ങളാണ്. ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുന്ന സ്ഥലവും സമയവും നിശ്ചയിച്ചിട്ടില്ല. വിമാനങ്ങളുടെ സമയക്രമം പ്രസിദ്ധീകരിക്കുന്നതോടുകൂടിയാണ് വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഹജ്ജ് ക്യാമ്പിന്റെ ദിവസങ്ങൾ ഇത്തവണ വെട്ടിക്കുറച്ചു. 15 ദിവസം മാത്രമാണ് ക്യാമ്പ് ഉണ്ടാകുക. മുൻവർഷങ്ങളിൽ ഇത് 20 മുതൽ 22 ദിവസം വരെയായിരുന്നു. അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അപേക്ഷകർ ഇത്തവണയുണ്ട്. നിലവിൽ 18,337 പേർക്കാണ് ഹജ്ജിന് അവസരം. 70 വയസ്സ് വിഭാഗത്തിൽ 1,250 പേരെയും മെഹ്റമില്ലാത്ത വനിതകളുടെ വിഭാഗത്തിൽ 3,554 പേരെയും നറുക്കെടുപ്പില്ലാതെ തെരഞ്ഞെടുത്തു. 11,942 പേരാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. കാത്തിരിപ്പ് പട്ടികയിൽ നിന്നും 1,561 പേർക്ക് അവസരം ലഭിച്ചു. കഴിഞ്ഞ വർഷം 11,556 പേരാണ് കേരളത്തിൽ നിന്നും ഹജ്ജിന് പോയവർ. അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കരിപ്പൂരിൽ നിന്നും കൂടുതൽ ഹജ്ജ് വിമാനങ്ങൾ ഉണ്ടാകും. വലിയ വിമാനങ്ങൾക്ക് അനുമതിയില്ലാത്തതിനാൽ 145 യാത്രക്കാരുമായാകും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തുക. ആദ്യഘട്ടത്തിൽ അനുമതി ലഭിച്ച 16,776 പേരിൽ 9,750 പേരും കരിപ്പൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. മലബാർ ടൈംസ്, കരിപ്പൂർ.